ഹലോ നമസ്കാരം. അപ്പോൾ വീക്കെൻഡിലുണ്ടല്ലോ പെട്ടെന്നാണ് എന്താ പറയുക പൊതിച്ചോറുണ്ണണം എന്നൊരു ആഗ്രഹം തോന്നിയത്. എങ്കിൽ പിന്നെ വൈകിക്കേണ്ട, നമുക്കൊരു വെജിറ്റേറിയൻ പൊതിച്ചോറങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വെജിറ്റേറിയൻസിനും പൊതിച്ചോറുണ്ണണ്ടേ, അതിനുവേണ്ട സ്പെഷ്യൽസ് ഒന്നുമില്ല. എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെറുപയർ തോരൻ. ചെറുപയറായാലും വൻപയറായാലും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പൊതിച്ചോറിലേക്ക് ചെറുപയർ തോരൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ ചതച്ചതൊക്കെ ചേർത്ത് ചെറുപയർ തോരനുണ്ടാക്കി. ആ സമയത്ത് ഞാൻ കുറച്ച് ബേബി പൊട്ടറ്റോസ് കയ്യിലുണ്ടായിരുന്നു. സാധാരണ എനിക്കിവിടെ അങ്ങനെ ബേബി പൊട്ടറ്റോസ് വാങ്ങാൻ കിട്ടാറില്ല. ഈ ഇടയ്ക്ക് മോറിൽ ചെന്നപ്പോൾ ഇരിക്കുന്ന കണ്ട് അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുപയർ തോരനായപ്പോഴേക്കും ബേബി പൊട്ടറ്റോ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ ഇട്ട് അതും ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ. ബേബി പൊട്ടറ്റോ ആകുന്ന ടൈമിലേക്ക് ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചു. സാധാരണ ചമ്മന്തി, ചെറിയ ഉള്ളിയും ഇഞ്ചിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് പുളിയൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തി. അപ്പോൾ ചമ്മന്തിയും കൂടെ അരച്ച് വെച്ചു. അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു, പൊട്ടറ്റോയും ഒക്കെ. പിന്നെ ഇലയെടുത്ത് വാട്ടി ചോറും ചമ്മന്തിയും ചെറുപയർ തോരനും പൊട്ടറ്റോയും വെച്ചൊക്കെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞപ്പോഴോർത്ത് എന്തോ ഒരു കുറവില്ലേന്ന്. ഒരു പിക്കിളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം കണ്ണിമാങ്ങ കുറച്ച് അച്ചാറിട്ടതുണ്ടായിരുന്നു. പിന്നെ ഉണ്ണാൻ നേരത്ത് പൊതിയെടുത്തപ്പോൾ അച്ചാറും കൂടെ കൂട്ടിയുണ്ട് കേട്ടോ. എന്നാലും നല്ലതായിരുന്നു. ഇലയിൽ ചോറിനും ഒരു പ്രത്യേക സുഖമല്ലേ. കുറേ നാൾ കൂടി അങ്ങനെ ആഗ്രഹിച്ച് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തോണ്ടല്ലോ അത് സക്സസ് ആവും. നമ്മൾ പ്ലാൻ ചെയ്തിരുന്നാൽ ചിലപ്പോൾ നടക്കത്തില്ല. അങ്ങനെ പെട്ടെന്ന് തോന്നിയത് അങ്ങനെ പൊതിഞ്ഞ് വെച്ചു. നല്ല അസലായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഇതാണൊരു വീക്കെൻഡ് വിശേഷമാണേ.